നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയാണ്. നമ്മൾ ഫിഷ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏത് ഫിഷ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു 1/4 ടേബിൾ സ്പൂൺ റവ, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ മാഗി മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക വെള്ളം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ആക്കണം നമുക്ക്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഓരോന്ന് എടുത്തിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ നത്തോലി, ഒരു ചെറിയ മീനല്ല മക്കളെ, നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നത്തോലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് എണ്ണയിൽ വറുത്ത് പോരാം. പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ മിക്സിലേക്ക് ഫിഷ് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യാത്ത ഫിഷ് ആയതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം, അപ്പോഴാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കോരി മാറ്റി. നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇത്. നമ്മള് ബജിയെല്ലാം തിന്നില്ല, അതുപോലെ ഒരു ടേസ്റ്റ് ആണ്. ടീന്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ക്രിസ്പി നത്തോലി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ടീന്റെ കൂടെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വേറെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.